ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്കാം പെണ്ണെ. കൊച്ചു രാജകുമാരനുടെ. ന്യൂയോർക്കിൽ 3000 മരണം, ഒസാമ പിന്നിൽ. റിൻസിയേ, റിൻസി. എടി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ന്യൂയോർക്കിൽ 3000 പേര് മരിച്ചെന്ന്. ഇനി അടിക്കാ പത്രക്കാതെ. എന്നാത്തിനാണ് ഈ 5-8 കൊല്ലം പഴക്കമുള്ള ഈ പേപ്പർ നിനക്ക്? ഞാൻ ഈ ഗഡുവിന് വന്ന് പേപ്പർ എല്ലാം വായിച്ചു തീർന്നു. സമയങ്ങളെ യാതൊരു മാർഗവും ഇല്ലാഞ്ഞിട്ട് ഞാൻ ആ തട്ടുമ്പുറത്ത് കിടന്ന പഴയ പേപ്പറുകളെല്ലാം എടുത്തുകൊണ്ടുവന്ന് വായിച്ചാ. അത് നിനക്കെന്തിനാണ്? നീ പൊക്കോ. ഇങ്ങനെയുണ്ടോ പിള്ളേര്? യാതൊരു അനുസരണയില്ല എന്ന് പറഞ്ഞാൽ യാതൊരു അനുസരണയില്ല. ഒരു സാധനം ഞാൻ വെച്ചാൽ അവിടെ കാണുകയില്ല. ഇങ്ങനെ അനുസരണയില്ലാത്ത പിള്ളേരുണ്ടോ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. പിന്നെ എങ്ങനെയാ ചൊവ്വാവുക? അതിന് നാളെ മുതൽ അങ്ങോട്ട് പോടാന്ന് പറഞ്ഞു നോക്ക്. അന്നേരം അവൻ ഇങ്ങ് വരും. റിൻസിയേ, വൈകിട്ട് എന്നാ കഴിക്കാൻ? ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതിന്റെ ബാക്കി ഇരിപ്പുണ്ടോ? അയ്യോ, ആ കുട്ടക്കറിയോ? ഉച്ചയ്ക്ക് അത് തന്നെ ഞാൻ കഴിച്ച് വളരെ ബുദ്ധിമുട്ടിയാ. അത് വായിൽ വെക്കാൻ കൊള്ളാവോ? ഇനി വൈകുന്നേരം എങ്ങനെ കഴിക്കുമോ അത്? നീ ഒരു കാര്യം ചെയ്യും, ഒരു 1-2 മാസത്തേക്ക് എവളെ തെറിശ്ശാക്കുട്ടിയുടെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞുകൊടു, നിന്റെ അമ്മയുടെ അടുത്ത്. അവിടെ പോയി ഇറച്ചിയും മീനും ഒക്കെ കറി വെക്കാൻ നല്ലപോലെ പഠിച്ചിട്ട് വരട്ടെ. അപ്പച്ചൻ നാട്ടിൽ പോകുമ്പോ കൊണ്ടുപോകും. 2-3 മാസം കൊണ്ടുപോകും. അതാ ഞാനും പറഞ്ഞേ. എൻ്റെ റിൻസി ചേച്ചി, നമ്മൾ ഈ കഷ്ടപ്പെട്ട് പാട്ട് എഴുതി പ്രാക്ടീസ് ചെയ്തെന്നല്ലാതെ ഈ വീടുകളിലെല്ലാം പോയപ്പോൾ 1-2 പാട്ട് അവിടെ ഇവിടെയൊക്കെ പാടി. അതും പള്ളിയിൽ TV കാരുടെ മുന്നിൽ വന്നപ്പോഴോ എല്ലാം ഷൈനി ചേച്ചി സെലക്ട് ചെയ്ത പാട്ടുകൾ. നമ്മളെവിടെയാ കോറസായിട്ട് പുറകെ എങ്ങാണ്ട് ആന്ന് പാടണം. ദൈവമേ, ഇതെല്ലാം TV കാണിച്ചാൽ മതിയായിരുന്നു എന്നാ എൻ്റെ ഒരു ടെൻഷൻ. അല്ല, ഇതാര് ബിനുവോ? ആ, ഇതാര് ജോർജ് ചായനോ? ഇതെല്ലാം ശബ്ദത്തിന് തോറ്റി. ഓ, ആ കരോള് പാടി പാടി ശബ്ദം പോയതായിരിക്കും. സാരമില്ല, കർത്താവിന് വേണ്ടി പാടിയിട്ടല്ലേ, കുഴപ്പമില്ല. ഓ, ഇത് കർത്താവിന് വേണ്ടി പോയതൊന്നുമല്ല. ഭർത്താവിനോടും പിള്ളേരോടും അലച്ചലച്ച് ഞാനൊരു പരുവായി. കയറി പോണാണ്ടി. ഇനി വന്നേ ഇങ്ങോട്ട്. ചിണ്ടു, സിറ്റ് ഹിയർ. Now draw an elephant. Come on, draw an elephant. You cannot draw? Try draw an elephant. ദേ, ഇപ്പൊ ഒച്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. അതെന്താന്ന് അറിഞ്ഞൂടാ ജോർജ് ചായ. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒച്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് കാരണം ഫ്രെഡിയോടും പിള്ളേരോടും സംസാരിക്കാനായിട്ട് ഒരു കുഴപ്പമില്ല. എന്നാ ചിലപ്പോൾ ഇത് വല്ല മലയാളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒച്ചയടപ്പായിരിക്കും. അല്ല, ബിനുവിന് ഇന്ന് ജോലിയില്ലേ? ആ, ഈ പിള്ളേരുടെ ബേബി സിറ്റർ പെട്ടെന്ന് അങ്ങ് നാട്ടിലോട്ട് പോയി ഒരു 3 ആഴ്ചത്തേക്ക്. ഞാൻ അത് കാരണം 3 ആഴ്ച ലീവാ. പിന്നെ ഈ 3 ആഴ്ചത്തേക്ക് ഒരു ബേബി സിറ്ററിനെ കിട്ടുമോ? തന്നെയല്ല, നമുക്ക് വിശ്വാസമുള്ള വല്ലവരെയും വേണ്ടേ? This is a nice elephant, Kutta. You did a good job. എവിടെ റിൻസി ആന്റി കാണട്ടെ. Oh, nice. Can I have this, Chintu? Thank you. Mommy, I want cartoon. No cartoon. Now sit here and draw something. Okay, draw a good flower for auntie. Come on, do it. ചിന്തു, you want to see cartoon? ഓ വേണ്ട ജോർജ് ചായ. ഈ കാർട്ടൂണിന്റെ മുന്നിൽ ഈ പിള്ളേർ ഇരിക്കണ കണ്ടു കഴിഞ്ഞാൽ എന്താണ്ട് പ്രതിമകളെ കൊണ്ട് വെച്ചിരിക്കുന്നത് പോലെ ഇട്ട് കൊടുത്താൽ അപ്പം അവിടെ അങ്ങ് ഇരിക്കും. വേണ്ട, കാർട്ടൂണൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല. എൻ്റെ ബിനു, നിങ്ങൾ ഈ സാരിക്കാരും അടുക്കളക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും നേരം പോക്ക് വേണ്ടേ? ചിന്തു, ഐ വിൽ പുട്ട് കാർട്ടൂൺ ഫോർ യു. അങ്കിൾ യുവർ സൈഡ്. ഓക്കെ, യു വാച്ച് ഇറ്റ്. Maybe I will put another cartoon. കൊച്ചുഞ്ഞേ, എടാ കൊച്ചുഞ്ഞേ, ഒന്നിഞ്ഞു വന്നേ. നീ ഇതിന്റെ ചൂടൊന്നും ഇത്തിരി കൂട്ടിയിട്ടടാ. ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ. നീ ആ ചൂടൊന്ന് കൂട്ടിയിട്ടേ. ഇതെങ്ങനെയാത്? ഇതിപ്പോ തന്നെ 78 ഡിഗ്രിയിലെ കിടക്കണേ. ഇത് കൂട്ടി എങ്ങനെയാ ഞാൻ ഇടണേ? അപ്പൊ ഇതിൽ കൂടുതൽ ചൂട് വേണമെങ്കിലേ ഒരു കാര്യം അടുപ്പേ കയറി. ഇതിന്റെ 2 ഇരട്ടി വലിപ്പമുണ്ടല്ലോ ആ കറിയായുടെ വീട്. അവിടെ ഇതിലും കൂടുതൽ ചൂടുണ്ടല്ലോ. അതെ, കറിയായുടെ വീട് അപ്പച്ചൻ കണ്ടിട്ടുണ്ടോ? പറഞ്ഞു കേട്ടിട്ടില്ലേ ഉള്ളൂ. കറിയ അങ്ങ് ആർക്കൻസാസിലാ. അവിടെ ചിലപ്പോൾ തണുപ്പ് കുറവായിരിക്കും. സ്ഥലത്തിന്റെ പേരും പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കണ്ട. കറിയായുടെ മോൻ ഒരു ചൂടുണ്ടാക്കണ മെഷീൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് മേടിച്ചതാടാ. അല്ലെങ്കിൽ നിനക്ക് എൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ല. എത്ര പറഞ്ഞാലും നീ ശ്രദ്ധിക്കില്ല, എനിക്കറിയാം.
എൻ്റെ പൊന്നപ്പച്ച ഇന്നത്തെ രാത്രി വല്ല സ്വെറ്ററോ കിറ്ററോ വല്ലോ ഇട്ടുകൊണ്ടൊന്ന് കിടക്ക്. നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ. ചൂടാക്കണ മെഷീനോ സ്വർണ്ണം ഉണ്ടാക്കണ മെഷീനോ എന്നാന്നാ ഞാൻ മേടിച്ചു തരാം. ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. ആൾക്കാർ റിട്ടയർ ചെയ്ത ശേഷം അവർക്ക് അസുഖങ്ങൾ കൂടുന്നതും മരിച്ചു പോകുന്നതും ഒക്കെ എന്തുകൊണ്ടാണെന്നറിയുമോ? വീട്ടിൽ ചെന്ന് കയറിയാലേ മരുമകൾ സമാധാനം കൊടുക്കുകയല്ല, അതുകൊണ്ടാ. എൻ്റെ അച്ചായോ, ഞാൻ നിന്റെ കാര്യമല്ല പറഞ്ഞത്. നീ തന്നെ പറ എന്നാന്ന്. ഈ പുതിയ റിസർച്ച് അനുസരിച്ച് ആൾക്കാർ റിട്ടയർ ചെയ്ത ശേഷം അവരുടെ ലൈഫിന് ഒരു റുട്ടീൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൂടുന്നതെന്ന്. അത് നേരാ. ഇപ്പം അപ്പച്ചൻ്റെ പ്രശ്നം തന്നെ എടുത്തേ. ഈ തണുപ്പ് തുടങ്ങിയ പിന്നെ പുറത്തിറങ്ങി പോകാൻ പാടില്ലാത്തതുകൊണ്ടാണ് പുള്ളിക്ക് പ്രശ്നം. അല്ലെങ്കിൽ പുറത്ത് വല്ല മാന്തിയോ കളച്ചോ ഒക്കെ പുള്ളി സമയം കണ്ടെത്തേനെ. ഇപ്പം എപ്പോഴും ഈ വീടിനകത്തിരിക്കണ കാരണം പുള്ളിക്കാരന് എപ്പോഴും ദേഷ്യമാണ്. അതുകൊണ്ടാണ് നമ്മളോട് ചുമ്മാ ഉടക്കാൻ വരുന്നത്. ഏതായാലും ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. നീ അത് കള. എടി നീ ആ ബിനു പറഞ്ഞ് ശ്രദ്ധിച്ചോ? അവളുടെ കൊച്ചിൻ്റെ ബേബി സിറ്റർ നാട്ടിൽ പോയേക്കുവാന്ന്. അതിൻ്റെ മാത്രമല്ല വേറെ 3 പിള്ളേരുടെയും ബേബി സിറ്റർ ആയിരുന്നു അവർ. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു 2-3 ആഴ്ചത്തിന് ആ പിള്ളേർ ഒന്നങ്ങ് നോക്കിയാലോ? ഇവിടെ ഉള്ളവരെ നോക്കാൻ എനിക്ക് സമയമില്ല. അപ്പോൾ അതിനെ 4 പിള്ളേരെയും കൂടെ നോക്കണ്ടേ? അതിന് നീ നോക്കണമെന്ന് ഞാൻ പറഞ്ഞോ? എടി അപ്പച്ചൻ നോക്കിക്കോളൂ. അപ്പച്ചനാവുമ്പോൾ പിള്ളേരെന്ന് പറഞ്ഞാൽ ജീവന, അറിയാവോ? തന്നെയല്ല ആ ബിനുവിനും കൂട്ടർക്കും അതൊരു സഹായവും ആകും. ഇടയ്ക്കിടയ്ക്ക് ആ ഓഫീസിൽ നിന്ന് ഞാനും വന്ന് അപ്പച്ചനെ സഹായിച്ചോളാം. അല്ല, അപ്പച്ചൻ ഈ 4 പിള്ളേരെ എങ്ങനെയാ നോക്കുന്നത്? ഒന്ന് പറഞ്ഞേ. നീ ഒന്ന് ചുമ്മാതിരി എൻ്റെ റെൻസി. അതിനല്ലേ ഇവിടെ കാർട്ടൂൺ ഉള്ളത്. ആ ടി വി അങ്ങ് ഓൺ ചെയ്ത് കൊടുത്താൽ ഈ പാമ്പാട്ടിയുടെ മുമ്പിൽ പാമ്പിരിക്കണ പോലെ ആ പിള്ളേർ അനങ്ങാതെ ആ ടി വിയുടെ മുമ്പിൽ ഇരുന്നോളും. പിന്നെ അത് ഇത്ര ബുദ്ധിമുട്ടാണോ? എന്നാലും എനിക്ക് തോന്നുന്നില്ല അപ്പച്ചനെ കൊണ്ട് മാനേജ് ചെയ്യാൻ ഒക്കുമെന്ന്. നീ വെറുതെ വറി ചെയ്യാതെ. ഇതിപ്പോൾ 3 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. നമുക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാടി ഈ ബേബി സിറ്റിംഗ്. എന്തോന്നാണ് ഈ ബേബി സിറ്റിംഗ്? എൻ്റെ അപ്പച്ച ഷിറ്റിംഗ് അല്ല സംഗതി. അതാണെങ്കിലും അതിന് പറയുന്ന പേര് ബേബി സിറ്റിംഗ് എന്നാ. അതായത് ഈ നാട്ടിൽ അപ്പനും അമ്മയ്ക്കും ജോലിക്ക് പോകാതിരിക്കാൻ ഒക്കുമോ? കുടുംബം നടക്കണ്ടേ? തന്തയും തള്ളയും ജോലിക്ക് പോകുമ്പോൾ ഈ പിള്ളേരെ നോക്കാൻ കൊണ്ടേ ആക്കുന്ന ഏർപ്പാടിനാണ് ബേബി സിറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്നാ കാശ് അതിനെന്നറിയാവോ? ഒരു കൊച്ചിന് $400 മുതൽ $1000 വരെ കൂലിയായിട്ട് കൊടുക്കും. 4 10 40 ഗുണം 45 1.5 ലക്ഷം രൂപയോ? ആട്ടെ, ഞാനിപ്പോൾ ബേബി സിറ്റിങ്ങിന് വേണ്ടി എന്താ ചെയ്യണ്ടേ? അപ്പച്ചൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടല്ല. നാളെ ആ കരോള് പാടാൻ വന്ന പെങ്കൊച്ചില്ലേ ബിനു, അവളൊരു 3-4 പിള്ളേരുമായിട്ട് രാവിലെ ഇങ്ങ് വരും. അപ്പച്ചൻ നല്ല ചിരിച്ച് സന്തോഷത്തോടു കൂടി അതുങ്ങളിങ്ങ് മേടിച്ചു വെക്കുക. എന്നിട്ട് ആ കാർട്ടൂൺ അങ്ങ് ഇട്ട് കൊടുത്തേക്കണം. അവരാ ടി വിയുടെ മുമ്പിൽ ചാമ്പരമ്പടി ഇട്ടിരുന്ന് ഇത് കണ്ടുകൊണ്ടിരുന്നോളും. ഉച്ചയാകുമ്പം നിങ്ങളുടെ കയ്യിൽ ഫുഡ് കൊണ്ടുവരും. അതെടുത്ത് കഴിച്ചോളും. ഇവരെന്നാ അലങ്കോലപ്പെടുത്തിയാലും അപ്പച്ചൻ പേടിക്കൊന്നും വേണ്ട. അതൊക്കെ ഞാൻ വന്ന് 5 മിനിറ്റ് കൊണ്ട് നേരെ ആയിക്കോളാം. ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇതുങ്ങൾ വല്ലയിടത്തും കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ വല്ല തട്ടാതെ വീഴാതെ ഒക്കെ നോക്കിയേക്കണം. വല്ല ജ്യൂസോ വെള്ളമോ വല്ല ചോദിച്ചാൽ അതങ്ങ് എടുത്ത് കൊടുത്തേക്കുക. ഒരു ഇതുങ്ങൾ ഉറങ്ങി കേൾക്കുമ്പോഴത്തേനും ബിനു ജോലി കഴിഞ്ഞ് വരും. അവൾ ജോലി കഴിഞ്ഞ് വന്നാൽ പിള്ളേരെ കൂട്ടിക്കൊണ്ട് അങ്ങ് പൊക്കോളും. കൊള്ളാം, നമുക്ക് നോക്കിക്കളയാവടാ. അങ്കിൾ പിള്ളേരുടെ ലഞ്ചും ഡയപ്പറും എല്ലാം ഇതിലുണ്ട്. മോനു, mommy will come in the evening, okay? Be nice to grandpa, okay? Bye. എല്ലാവരും അവിടെയൊക്കെ ഇരിക്കേ. ഉള്ള സ്ഥലത്തൊക്കെ എല്ലാവരും ഇരിക്കേ. എത്ര പേരുണ്ട്? എല്ലാം കൂടെ തിരിച്ചു കൊടുക്കാനുള്ളതല്ലേ? 1 2 3 4. എന്താ നിങ്ങളുടെയൊക്കെ പേര്? എന്തോന്ന്? ഷെനാബോ? മോക്കടെ പേരോ? നേവി അല്ലേ? നേവി. Grandpa, I want water. വാട്ടർ? വന്ന് കയറിയില്ലേ അപ്പോഴേക്കും ദാഹം തുടങ്ങി. വെള്ളമൊക്കെ തരാം. പിന്നെ ഉടനെ മുള്ളോടൊന്ന് പറഞ്ഞേക്കരുത്.
ആരാ വെള്ളം ചോദിച്ചേ? നീയാണോടാ? എന്നാ കുടി. ഹാ, വഴക്ക് കൂടാതെ പിള്ളേരെ. Grandpa, I want water. എൻ്റെ കൊച്ചെ നിനക്ക് നേരത്തെ പറയാൻ വയ്യായിരുന്നോ? ഞാനിപ്പോൾ അങ്ങ് എണീറ്റ് പോയതല്ലേ ഉള്ളൂ. ഹോ, എൻ്റെ ഈശോ, ഇതിനൊക്കെ ബേബി സിറ്റ് എന്നല്ല പറയണേ, ബേബി വാക്കാ. ഇതാ വെള്ളം. ആവശ്യമുള്ളവനൊക്കെ ഇതിൽ നിന്ന് മുക്കി കുടിച്ചോളാം കേട്ടോ. അല്ല പിന്നെ Is he okay? I think he's dead. Oh. ഒന്ന് ഇറങ്ങി പോ പിള്ളേരെ. ഓടാതെ പിള്ളേരെ. Apacha, is this Pepsi? ദിസ് കട്ടൻ കാപ്പി, കട്ടൻ കാപ്പി. യു വാണ്ട് കട്ടൻ കാപ്പി? എന്നാ കുടി. No. മോനിവിടെ കയറി ഇരുന്നേ. എടാ ഇതെങ്ങനെയാ ആനയാകുന്നേ? ഇതിന് കൈയും കാലും ഒന്നും ഇല്ലല്ലോടാ. ഇത് കോഴി മണ്ണ് മാന്തന പോലെ ഇരിക്കുന്നല്ലോ. No, this is elephant. എലഫന്റോ? അങ്ങനെ വല്ലതുമായിരിക്കും, പക്ഷെ ആനയാണെന്ന് പറഞ്ഞേക്കരുത്. അപ്പച്ചൻ എന്നാ ഏർപ്പാടാ ചെയ്തത്? എന്തോ പറ്റിയിടാ? ആ ബിനു എന്നോട് പറഞ്ഞപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. എന്തു പറഞ്ഞു? ആ പിള്ളേരെ അപ്പച്ചനായിട്ട് പാട്ട് പഠിപ്പിച്ചെന്നോ. പപ്പട പരപ്പട പേരപ്പ, എന്റെ പറമ്പിൽ തൂറല്ലേ, നിന്റെ പറമ്പിൽ തൂറിക്കോ. അവരെവിടെയെങ്കിലും തൂറിക്കോളിയല്ലേ? ഈ സൈസ് പാട്ടാണോ പിള്ളേരെ പഠിപ്പിക്കാൻ പോയത്? അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് നന്നായി. പ്രിൻസിയോടോ മറ്റ പറഞ്ഞെങ്കിൽ കിടക്കപ്പുറത്തി ഉണ്ടോ? നിന്റെ റിൻസി എന്താടാ അമേരിക്കയിലുണ്ടായതാണോ? നാട്ടിൽ പിള്ളേർ പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടല്ലേ ഞാൻ അവരെ പഠിപ്പിച്ചത്. ഇതിലൊക്കെ എത്രയോ മോശം കെട്ട പാട്ടാ നീ പാടിക്കൊണ്ടിരുന്നെന്നറിയാമോ? എന്തായിരുന്നു ആ പാട്ട്? ഓ, ഇനി ഓർത്ത് ചളാക്കണ്ട, അവളെങ്ങാനും കേൾക്കും. മിണ്ടാതിരി. അപ്പച്ചനെതിനെ ഈ പാട്ടൊക്കെ പഠിപ്പിക്കാൻ പോയത്? ഞാൻ പറഞ്ഞതല്ലേ ആ കാർട്ടൂൺ ഇട്ട് കാണിച്ചാൽ മതി, അതുങ്ങൾ അവിടെ ഇരുന്നോളൂന്ന്. പിന്നെ കാർട്ടൂൺ ഒരു 5 മിനിറ്റ് അടങ്ങാതിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടവും ചാട്ടവും ബഹളവും. ഒരുത്തന് അപ്പിയിടണം, ഒരുത്തന് മൂത്രം ഒഴിക്കണം, വേറൊരുത്തന് മൂത്രം ഒഴിക്കുമ്പോൾ ഇങ്ങനെ വച്ചിരിക്കണം അപ്പിയിടണം. ഇവരുടെ ഒന്നും വീട്ടിൽ കക്കൂസില്ലേ? തൂറാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വരുന്നേ? എന്തെങ്കിലും ആട്ടെ, ഏറ്റതല്ലേ. ഇനി ഒരാഴ്ചത്തെ കാര്യോടെയല്ലേ ഉള്ളൂ. ക്രേസി കിഡ്സ്, ക്രേസി. ഏ ആ പിള്ളേരിന്ന് പഠിച്ചതാ. ആ ദൈവമേ, പിള്ളേരുടെ അനക്കമൊന്നും കേൾക്കണില്ലല്ലോ. നീ ഇതങ്ങടെ ശല്യം കാരണം അപ്പച്ചൻ വല്ല മയക്കുമരുന്നും കലക്കി കൊടുത്തോ പോലും. Is this the channel you want, Papa? നോ 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 കേൾക്കാനെറ്റ്. കൈരളി പ്രസ്. ആ അത് മതി. ഇനി തൊടണ്ട. Papa Chaya. ആ അല്ല, ഇതെന്നാ ബേബി സിറ്റിങ്ങോ അതോ അപ്പൂപ്പ സിറ്റിങ്ങോ? കൊച്ചുകുഞ്ഞെ, നീ നേരത്തെ ഇങ്ങ് എത്തിയോ? ഒരല്പവും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നിനക്ക് കൂടെ ഒരു കട്ടൻ കാപ്പി ഇടാൻ ഞാൻ ഈ കൊച്ചിനോട് പറയുമായിരുന്നു. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ പോലെ പിള്ളേർക്ക് ഓടാനും കളിക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, എല്ലാത്തിനും ഞാൻ നേരെയാക്കിയ നല്ലപോലെ സുഖമായിട്ട് അനങ്ങാണ്ടിരിക്കുന്ന കണ്ടോ? എല്ലാവരും പ്രസ് കമോൺ. നീ എന്തിനാ മോനെ അനങ്ങാതിരിക്കുന്ന? പ്രസ് ചെയ്യടാ, നീ പ്രസ് ചെയ്യടാ. ആ പ്രസ് ചെയ്തോ, ആഞ്ഞ് പ്രസ് ചെയ്തോ.